ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പം ഞാനിവിടെ ഒരു ഫോമിന് ഒരു ടാഗ് കൊടുത്തിട്ട് പിന്നെ H3 ടാഗ് ഒരെണ്ണം കൊടുത്ത് എന്നിട്ട് അതിൻ്റെ അകത്ത് ഇത് കൊടുത്ത് ഇങ്ങനെയാണ് ശരിക്കും ചെയ്യുന്നത്. ലേബിളിന് സെർച്ച് ചെയ്യാം. ലേബിൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് 4 മാറ്റി 4ൻ്റെ ആവശ്യമില്ല. ഈ ലേബലിൻ്റെ അകത്ത് യൂസർ നെയിം സ്പേസ് അല്ലാണ്ട് ഇട്ടാൽ എന്നിട്ട് ഇതിൻ്റെ അകത്ത് എൻ്റർ ആക്കിയിട്ട് ഇവിടെ ഇൻപുട്ട് ഇടാം. ടെക്സ്റ്റ് ഇപ്പോൾ ഇവിടെ നമുക്ക് ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യാൻ പറ്റും. യൂസർ നെയിമിട്ട് ഇത് ക്യാപിറ്റലാക്കാൻ പറഞ്ഞു. എൻ്റെ പ്രശ്നം എന്നിട്ട് നമുക്ക് ഇതൊരു കോപ്പി എടുക്കാം. എന്നിട്ട് ഇവിടെ ഇമെയിലാക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ഇതുണ്ട്, ഇമെയിൽ തന്നെ ഇടാം. ഇത് ക്യാപിറ്റലാക്കാം. സ്റ്റാർട്ട് ക്യാപിറ്റലാക്കാം. എന്നിട്ട് ഒരു കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പാസ്വേഡ് ആക്കാം. അതിൻ്റെ അകത്ത് പാസ്വേഡ് തന്നെ ടൈപ്പ് ഇടണം. ഇപ്പം എല്ലാവരും ഒരു സിംഗിൾ ലൈനിലാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ BR ടാഗ് ഇടണം. ഇത് സ്മോൾ ബി ആണ് നല്ലത്. രണ്ടാമത്തേൻ്റെ ആവശ്യമില്ല, ക്ലോസിംഗ് ടാഗിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം. അതൊക്കെ തോന്നിയത് ഇവിടെ ഒരു BR ടാഗ് ഇടാം. 2 BR ടാഗ് ഇട്ടപ്പോൾ ഇത് ലൈനപ്പ് പോലെ ആയില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഫോൺ എന്നിട്ടൊന്നും ഇടാം. അതിൻ്റെ ടൈപ്പ് പാസ് ഇതാണ് കേട്ടോ, നമ്പർ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു BR ടാഗ് കൂടി ഇടാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇമെയിലിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ടൈപ്പ് ചെയ്യാം. പാസ്വേഡിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്, എല്ലാം നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്കൊരു സബ്മിറ്റ് ബട്ടൺ വയ്ക്കാം. അല്ലെങ്കിൽ അതിന് മുമ്പ് ഒരു സംഖ്യ നമുക്ക് ഏത് ജെൻഡർന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം വയ്ക്കാം. അവിടെ താഴെ പോയിട്ട് സെലക്ട്, ഇതൊക്കെ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് വെറുതെ ഇങ്ങനെ ഇട്ടാൽ വെറുതെ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വാല്യൂ ഡീഫോൾട്ട് എന്നിടാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് സെലക്ട്, നമുക്ക് സെലക്ട് ഇല്ല, ടെക്സ്റ്റ് ആയിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ആയില്ല. ഇനി ഇങ്ങനെ സെലക്ടിൻ്റെ അകത്ത് വയ്ക്കുമ്പോൾ ഇപ്പോൾ ഒന്നുമില്ല. ഇനി ഇതൊരു കോപ്പി എടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് ഉള്ളതാണ് കട്ട്, ഇവിടെ കട്ടായിരുന്നുണ്ട്. കോപ്പി പേസ്റ്റ് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പോയിട്ട് മെയിൽ ഇമെയിൽ
ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വരും. മെയിൽ സെലക്ട് ചെയ്ത ഫീമെയിൽ, സെലക്ട് ചെയ്ത ഫീമെയിൽ, മെയിൽ സെലക്ട് ചെയ്ത മെയിൽ, സെലക്ട് ചെയ്ത് സെലക്ട്. പിന്നെ നമുക്ക് ഇനി കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു ബട്ടൺ ഇടാം. ബട്ടൺ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് എന്ന് പേര് കൊടുക്കാം. സബ്മിറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു BR ടാഗ് കൊടുക്കാം. സെലക്ടിൻ്റെ താഴെ BR എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു ലൈൻ ഗ്യാപ്പ് വരും. ഇതിപ്പോൾ ഇങ്ങനത്തെ ലുക്കിലിരിക്കുന്ന CSS ഒന്നും ചെയ്യാത്തതാണ്. അത് പിന്നത്തെ കോഴ്സിൽ ഞാൻ കാണിച്ചു തരാം. ഇനി ഒരു സംഭവം കാണിച്ചു തരട്ടെ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. ഇനി ഫോർമിൻ്റെ അകത്ത് പോയിട്ട് ആക്ഷൻ, പിന്നെ എൻഡ് എന്ന് പറഞ്ഞിട്ട് end.html എന്നിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി. എൻ്റെ ഡോട്ട് പറഞ്ഞിട്ട് സംഭവിക്കും. ഡോട്ട് എന്നിട്ട് ഞാൻ അറിയാണ്ട് കൊണ്ടിട്ട് എന്നിട്ട് ഇവിടെ പോയിട്ട് ഒരു പുതിയ ഫയൽ ഉണ്ടാക്കിയിട്ട് end.html ഇവിടെ കൊടുക്കണ പേര് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ വർക്ക് ചെയ്യില്ല. എന്നിട്ട് ഇതിങ്ങനെ ഉണ്ട്. ഇതിൻ്റെ അകത്തുള്ള ഷോർട്ട് കട്ട് ഉണ്ടോ പണി കഴിഞ്ഞില്ല. ഇതിൻ്റെ അകത്ത് ഡാറ്റ ഇടുമെന്ന് എഴുതാം. അത് നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. മറ്റേ പേര് തന്നെ എഴുതണമായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ H1 ടാഗ് എന്നിട്ട് സൈൻ is done. ഇതൊരു സംഭവം വെച്ചിട്ട് ഇപ്പോൾ സബ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ സബ്മിറ്റ് ഞെക്കി കഴിഞ്ഞാൽ ഇതെന്താ സൈനപ്പ് ചെയ്യിക്കപ്പോൾ വർക്ക് ചെയ്യാനെന്നറിയോ? ഇതിൻ്റെ അകത്ത് ഈ ഫോം ഞാൻ അറിയാണ്ട് കുറച്ച് മുകളിലിട്ട് അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ടാൽ മതി. ഇനി ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ട്. ഇപ്പോൾ സൈനപ്പ് ഇഷ്ടമാണ് കാണിച്ചില്ല. ഇതിപ്പോൾ സ്റ്റൈലൊന്നും ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CSS ചെയ്യാത്തതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ കുഴച്ചിടും. അപ്പോൾ വേണേൽ കണ്ടു നോക്കുക. Bye. This is all for this video. Bye.